ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ അറിയുന്നവർ ആരുമില്ല, ഓടിയൊളിക്കുവാൻ ഇടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല എന്ന 142 സങ്കീർത്തന ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോയുടെ ഒന്നാമത്തെ വീഴ്ച 3-ാം സ്ഥലത്ത് നാം ധ്യാനിക്കുന്നത്. ഈ വിലാപവാചകങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നാം പലപ്പോഴും. കുഴങ്ങി വീണിട്ടുമുണ്ട് മുകളിൽ പറഞ്ഞ ആ ജീവിതാനുഭവം, എഴുന്നേൽക്കുവാൻ കഴിയാതെ പോയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ. വീണ്ടും എഴുന്നേറ്റ് പോകുവാൻ പ്രേരിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം പ്രത്യാശയാണ്. ഇരുണ്ട തുരങ്കം പോലെയുള്ള ഈ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം ഞാൻ വെളിച്ചം കണ്ടെത്തുമെന്ന ഒരു പ്രത്യാശ. 2, ഇതെൻ്റെ നിയോഗമാണ് എന്ന തിരിച്ചറിവ്. നിലവിളിച്ചും കരഞ്ഞും പദം പറഞ്ഞും ഞാനിവിടെ വീണ് കിടന്നാൽ പോരാ, എനിക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള കുരിശുമായി മുന്നോട്ട് തന്നെ പോകണം. അതുകൊണ്ടാണ് ക്രിസ്തു വീണെടുത്ത് നിന്ന് എണീറ്റ് മുമ്പോട്ട് തന്നെ പോകുന്നത്. 3, വിലാപം ഇരുട്ടിലേക്ക് നമ്മെ നയിക്കും. നിരാശ തോന്നും. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പഴമക്കാർ പറയുന്നു. പെട്ടുപോയി, ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം അപകടകരമാണ്. ഒരു ദിവസം ഒരു ചുവടെങ്കിലും ആയാസപ്പെട്ട് മുന്നോട്ട് ചുവട് വെക്കുക തന്നെ വേണം. ഇരുട്ടിൽ വീണ് കിടക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ആരും. 4, എന്ത് ധ്യാനിക്കുന്നുവോ അത് നമ്മെ കീഴ്പ്പെടുത്തും. യേശു പിതാവിൻ്റെ സ്നേഹം ധ്യാനിക്കുന്നു, അതിന് കീഴടങ്ങുന്നു. അതിൻ്റെ കരുത്ത് വീണിടത്തു നിന്നും മുന്നോട്ട് നയിക്കുന്നു. ലഹരിയിലാണ്ടുപോയ സഹോദരങ്ങൾ നിരാശയെ ധ്യാനിക്കുന്നു, ഇരുട്ടിന് കീഴടങ്ങുന്നു, മറ്റുള്ളവരെയും തന്നെ നശിപ്പിച്ച് വീണെടുത്ത് ഒടുങ്ങുന്നു. പരീക്ഷയിൽ തോറ്റു വീഴുമ്പോൾ, സ്നേഹം തിരസ്കരിക്കപ്പെട്ട് വീഴുമ്പോൾ, വിമർശനങ്ങൾ ഏറ്റു വീഴുമ്പോൾ, തെറ്റിദ്ധാരണയിൽ തട്ടി വീഴുമ്പോൾ, സാമ്പത്തിക നഷ്ടത്തിൽ കുരുങ്ങി വീഴുമ്പോൾ, രോഗിയായി വീഴുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, നിരാശ തോന്നുമ്പോൾ എന്താണ് നാം ധ്യാനിക്കേണ്ടത്? ഈശോയുടെ ഈ ജീവിത മനോഭാവം നമ്മൾ ധ്യാനിക്കണം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.